നമസ്കാരം. ഇൻഷുറൻസ് ഫാക്സ് LICയിലേക്ക് സ്വാഗതം. ഈ വനിതകളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് 1970 ആദ്യകാലത്ത് ഒരു കോൺസെപ്റ്റ് ഉണ്ടായിരുന്നത് വിമൻ ഇൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായി വിമൻ വരുന്നതിനെ അവരെ അതിൻ്റെ ഭാഗമാക്കുന്നതിന് പകരം വിമൻ ഇൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പാരഡൈം അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചിരുന്നത് എന്താണെന്ന് വെച്ചാൽ വികസനം വരുമ്പോൾ സ്ത്രീകളും ബെനിഫിറ്റഡ് ആകും എന്നുള്ള ഒരു സങ്കല്പം. അതായത് വികസനം ഒരു വശത്തൂടെ വരുന്നു, അപ്പോൾ സ്ത്രീകളും ബെനിഫിറ്റഡ് ആകും. ആ വിമൻ ഇൻ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് അതായിരുന്നെങ്കിൽ 1970 അവസാന പാദം എത്തിയപ്പോൾ 1975 കഴിഞ്ഞപ്പോൾ ഉയർന്നു വന്ന മെക്സിക്കോയിൽ നടന്ന അന്താരാഷ്ട്ര വനിതാ സമ്മേളനത്തിൻ്റെ ഭാഗമായി UN സംഘടിപ്പിച്ച സമ്മേളനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഒരാശയമാണ് വിമൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സ്ത്രീകളും ഒപ്പം വികസനവും എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ കൂടെ വികസനത്തിന് തത്തുല്യമായി കണ്ടുകൊണ്ട് അവരെ പാർശ്വവൽക്കരിക്കാതെ അവരെ അതിൻ്റെ ഗുണഭോക്താവാക്കി മാറ്റാതെ അതിൻ്റെ ഭാഗമാക്കി മാറ്റുന്നു, വികസന പ്രക്രിയയുടെ ഭാഗമാക്കി മാറ്റുന്നു. ഇങ്ങനെയൊക്കെയുള്ള പല മുന്നേറ്റങ്ങൾ സാമൂഹ്യ ശാസ്ത്ര രംഗത്ത് ലോകത്ത് നിലവിൽ വന്നിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചപ്പാടുകളും അതിൻ്റെ തീരുമാനങ്ങളുമൊക്കെ ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും പല രംഗങ്ങളിലും പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. സ്ത്രീ വികസനത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ വനിതാ മുന്നേറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തത്തുല്യമായ മുന്നേറ്റം ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സാമ്പത്തിക മേഖലയിൽ സ്ത്രീകൾക്ക് ഒരു മേൽക്കോയ്മ പുരുഷന് തുല്യം ലഭിക്കണം എന്നുള്ളതാണ്. സാമ്പത്തിക മേഖലയിൽ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാകണം, സ്വന്തമായി സമ്പാദിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകണം, സമ്പാദ്യം ഏതാണെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകണം, അതുപോലെ തന്നെ ആവശ്യത്തിന് പൈസ അവരുടെ കയ്യിൽ നിലനിൽക്കണം എന്നുള്ളതാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ഈ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ അടിസ്ഥാനമാക്കിയാണ് നമുക്ക് വനിതാ വികസനത്തെക്കുറിച്ച് ഇനി ആലോചിക്കാൻ കഴിയുക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ലോകരാഷ്ട്രങ്ങളെല്ലാം അത് ഏതാണ്ട് അംഗീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വനിതാ സമൂഹം ഉണ്ടാവുക, പെൺകുട്ടികൾ ബാല്യം മുതൽ ആ ഒരു ആശയം അവർക്ക് ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനം. തൊഴിൽ ലഭിക്കുക എന്നുള്ളതിനെ പോലെ പ്രധാനമാണ് ആ തൊഴിലിൽ നിന്ന് കിട്ടുന്ന വരുമാനം സമ്പാദിക്കാനും കൂടെ പഠിക്കുക എന്നുള്ളത്. അത് സ്ത്രീകൾ എത്രത്തോളം അതിന് പ്രാഗൽഭ്യം നേടുമോ അത്രത്തോളം അവരുടെ മുന്നേറ്റവും സുഗമമായിരിക്കും. ഉദാഹരണത്തിന് അവർക്ക് സമ്പാദ്യം ആദ്യം, അതിനുശേഷം ചെലവ് എന്നുള്ള ഏറ്റവും പ്രധാനമായ പരമപ്രധാനമായ സാമ്പത്തിക മന്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക തത്വം ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് സ്ത്രീകളും പുരുഷന്മാരും എടുക്കേണ്ട ഒരു തീരുമാനം. അതായത് ആദ്യം സമ്പാദിക്കാനായി മാറ്റിവെക്കുക, നാളത്തേക്കായി സമ്പാദിക്കാനായി മാറ്റിവെക്കുക, അത് കഴിഞ്ഞിട്ട് നമ്മൾ ബാക്കി വരുന്നതിനെ ചിലവായി നമുക്ക് ചിലവ് ചെയ്യാം എന്നുള്ളതാണ് ആ ഒരു ആശയം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഫസ്റ്റ് സേവിങ്സ്, സമ്പാദ്യം ആദ്യം എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിൽ സ്വാംശീകരിക്കുക അല്ലെങ്കിൽ സ്വീകരിക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ശമ്പളം, കൂലി അല്ലെങ്കിൽ പ്രതിഫലം, എന്തെങ്കിലും വിറ്റ് നേടുന്ന പ്രതിഫലം, ഇതെല്ലാം നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന രീതിയിൽ സമ്പാദിക്കാൻ ധാരാളം മാർഗ്ഗങ്ങൾ നമ്മുടെ മുന്നിൽ നിന്നുണ്ട്. ഉദാഹരണത്തിന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ അധിഷ്ഠിതമായ ഇൻഷുറൻസ്, ലൈഫ് ഇൻഷുറൻസ് കൂടെ കിട്ടുന്ന യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻസ്, യുളിപ് പ്ലാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയുള്ള നിക്ഷേപങ്ങളിൽ നമ്മുടെ കയ്യിലുള്ള കാശിനനുസരിച്ച് പല രീതിയിൽ നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് സ്വർണ്ണത്തിൽ നിക്ഷേപിക്കാം, വസ്തുവിൽ നിക്ഷേപിക്കാം, അതുപോലെ തന്നെ ബാങ്ക് FDയിലോ പോസ്റ്റ് ഓഫീസിലോ നിക്ഷേപിക്കാം. ഇതൊക്കെ നമ്മൾ ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. നമ്മളത് ചെയ്യുകയും വേണം. കയ്യിലുള്ള പൈസയെ ബുദ്ധിപൂർവ്വം ഇതിനൊക്കെ വിഭജിച്ച് ഉപയോഗിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലൈഫ് ഇൻഷുറൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ 34% മുകളിൽ ഏതാണ്ട് 35% പോളിസി ഉടമകൾ എന്ന് പറയുന്നത് സ്ത്രീകളാണ്. പക്ഷേ അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം വളരെ കുറവാണ്. 34%, 35% അല്ലെങ്കിൽ 40%, 50% മുകളിലില്ല വനിതാ പോളിസി ഹോൾഡേഴ്സ് അല്ലെങ്കിൽ പോളിസി ഉടമകളുടെ എണ്ണം എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വനിതകൾ സ്വന്തമായി ലൈഫ് ഇൻഷുറൻസ് എടുക്കുന്നതിന് ഒരു പ്രാധാന്യം കൽപ്പിക്കണം. കാരണം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ആപത്കാലഘട്ടത്തിൽ നമ്മുടെ അഭാവത്തിലും നമ്മുടെ സാമ്പത്തിക ബാധ്യതകൾ ഒടുക്കുന്നതിനെ ഏറ്റവും അധികം പിന്തുണയ്ക്കുക എന്ന് പറയുന്നത് ഒരു ലൈഫ് ഇൻഷുറൻസ് നഷ്ടപരിഹാരമായിരിക്കും എന്നുള്ള ഒരു സാമ്പത്തിക ശാസ്ത്രം മനസ്സിലാക്കി, സാമൂഹ്യ സുരക്ഷാ വസ്തുത മനസ്സിലാക്കി ലൈഫ് ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പ്രഥമ പരിഗണന നൽകേണ്ട ഒരു കാര്യം. അതുപോലെ നാളത്തേക്ക് സേവ് ചെയ്യുമ്പോൾ ആന്വിറ്റി എന്ന് പറയുന്ന ഒരു നിക്ഷേപ മാർഗത്തിൽ കൂടെ നമ്മൾ നിക്ഷേപിച്ചിരിക്കണം. ആന്വിറ്റി എന്ന് പറയുന്നത് നമുക്ക് പെൻഷൻ അല്ലെങ്കിൽ ദീർഘകാലം ഒരു വരുമാനവും ഇല്ലാത്ത ഒരു കാലഘട്ടം നമ്മുടെ മുന്നിലേക്ക് എത്തും, അതിലേക്ക് നമ്മൾ പ്രവേശിക്കും. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്കൊരു വരുമാനം സുനിശ്ചിതമായി നൽകുന്ന ആന്വിറ്റി പ്ലാൻസ് അല്ലെങ്കിൽ പെൻഷൻ പ്ലാൻസ് എന്തെങ്കിലും ഒരെണ്ണം നമ്മൾ ചേർന്നിരിക്കണം
മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ഒരു വരുമാനം ഇല്ലാത്തതും എന്നാൽ ചെലവുകൾ ധാരാളമായി ക്രമാനുഗതമായി വർദ്ധിച്ചു വരുന്നതുമായ ഒരു കാലഘട്ടമുണ്ടാകും. അതാണ് വാർദ്ധക്യകാലം അല്ലെങ്കിൽ വിശ്രമ ജീവിതകാലം എന്ന് പറയുന്നത്. ആ കാലത്ത് നമുക്കൊരു നല്ല തുക കയ്യിൽ, ആ കാലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നല്ലൊരു തുക നമ്മുടെ കയ്യിൽ വരണമെങ്കിൽ നമ്മളിപ്പോൾ വരുമാനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് തുക മാറ്റിവെച്ച് നല്ലൊരു കോർപ്പസ് അല്ലെങ്കിൽ വലിയൊരു തുക ആയി അതിനെ വളർത്തിയെടുക്കണം. അതിന് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉപകരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ അധിഷ്ഠിതമായ LICയുടെ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻസ് ഉപകരിക്കുന്നതാണ്. അതിൽ ഒറ്റത്തവണ നിക്ഷേപിച്ച് വേണമെങ്കിലും നമുക്ക് യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻ LICയുടെ നമുക്ക് വാങ്ങാവുന്നതാണ്. ആ ഒറ്റത്തവണ നിക്ഷേപത്തിൽ മ്യൂച്വൽ ഫണ്ടിൻ്റെ എല്ലാ ഗുണഗണങ്ങളോടും കൂടിയ ലൈഫ് ഇൻഷുറൻസോടു കൂടിയ ഒരു പ്ലാനാണ് നിവേഷ് പ്ലസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഏറ്റവും അധികം ഓഹരി വിപണി ഇടിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ സമയത്ത് പോലും 14.6, 15, 15.5% വർധനവ് കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് നൽകാൻ നിവേഷ് പ്ലസ് പദ്ധതിക്ക് കഴിഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഇതേ വളർച്ചാ നിരക്കോട് കൂടിയ SIIP അഥവാ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് പ്ലാൻ, അതിലും ഒരു തുക നമുക്ക് നിക്ഷേപിച്ചുകൊണ്ട് LICയുടെ ഈ വളരെ ഗുണപ്രദമായ പദ്ധതിയിൽ ചേരാവുന്നതാണ്. അത് കോർപ്പസ് ജനറേഷന് നമുക്ക് മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഉപകരിക്കുന്ന ഒരു മാർഗമാണ് SIIP അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഷുറൻസ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള നിരവധി മാർഗ്ഗങ്ങളുണ്ട്. അതുപോലെ നമുക്ക് ഒരു തവണ നിക്ഷേപിച്ചുകൊണ്ട്, ഒറ്റത്തവണ നിക്ഷേപിച്ചതുകൊണ്ട് നമുക്ക് ഒരു വരുമാനം സ്ഥിരമായി കിട്ടുന്നതിന് അടുത്ത മാസം മുതൽ കൃത്യമായ ഒരു വരുമാനം ഗ്യാരൻറ്റീഡായിട്ട് റിപ്പോ നിരക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ബാങ്ക് നിരക്കോ ഒന്നും ബാധിക്കാതെ ഇന്ന് കിട്ടുന്ന നിരക്കിൽ തന്നെ കാലാകാലം ജീവിതകാലം മുഴുവൻ കിട്ടുന്ന, അടുത്ത മാസം മുതൽ കിട്ടുന്നതിനുള്ള LIC പ്ലാൻസ് ഉണ്ട്. അത് ജീവൻ, അക്ഷയ്, അതുപോലെ തന്നെ സ്മാർട്ട് പെൻഷൻ, ഇപ്പോൾ കഴിഞ്ഞ മാസം ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്മാർട്ട് പെൻഷൻ, അതുപോലെ LICയുടെ ഏറ്റവും പ്രചാരം നേടിയ ജീവൻ ശാന്തി, ഇതെല്ലാം അങ്ങനത്തെ പദ്ധതികളാണ്. ഒറ്റത്തവണ നിക്ഷേപിച്ചാൽ അടുത്ത മാസം മുതൽ നമുക്ക് കിട്ടുന്നതാണ് ജീവൻ, അക്ഷയും സ്മാർട്ട് പെൻഷനും ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ എടുത്ത് നമുക്ക് വീണ്ടും മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ അധിഷ്ഠിതമായ LICയുടെ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻസിലോ നമുക്ക് നിക്ഷേപിച്ചുകൊണ്ട് വീണ്ടും വലിയൊരു തുക നമുക്ക് സമാഹരിക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നതാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ബുദ്ധിപൂർവ്വം വിനിയോഗിക്കണം. നമുക്ക് ഇന്നിപ്പോൾ ഒരു 1 കോടി രൂപ കിട്ടി എന്ന് വെച്ചുകൊള്ളൂ. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ലോട്ടറി അടിച്ചതോ അതല്ലെങ്കിൽ വസ്തു വിറ്റതോ ആയ 1 കോടി രൂപ, അതല്ലെങ്കിൽ കുടുംബം ഭാഗം വെച്ച് അച്ഛനോ അമ്മയോ നൽകിയ 1 കോടി രൂപ നമുക്കിന്ന് കിട്ടുന്നു. ആ തുക ഉപയോഗിച്ച് നമുക്ക് അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ ചെയ്തിരിക്കണം. ഉദാഹരണത്തിന് ഏതെങ്കിലും ലോൺ റീപേ ചെയ്യാനുണ്ടെങ്കിൽ റീപേ ചെയ്തേക്കുക. മറ്റെന്തെങ്കിലും അതുപോലെ നമ്മൾ ബാധ്യതയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം മിച്ചം വരുന്ന തുകയെ വേണം നമ്മൾ എവിടെയൊക്കെ നിക്ഷേപിച്ച് നാളത്തേക്ക് വേണ്ടി സ്വരുക്കൂട്ടണമെന്ന് ചിന്തിക്കേണ്ടത്. ഒരു 1 കോടി രൂപ നമുക്ക് ലഭിച്ചു എന്ന് കരുതുക. ആ കിട്ടുന്ന 1 കോടി രൂപ വെച്ച് പ്രത്യേകിച്ച് ചിലവൊന്നും ചെയ്യാനില്ല, കംപ്ലീറ്റ് നമുക്ക് സേവ് ചെയ്യാം, നാളത്തേക്ക് വേണ്ടി മാറ്റിവെക്കാം. അതല്ലെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കാം, വസ്തു മേടിക്കാം, സ്വർണം മേടിക്കാം എന്നൊക്കെ കരുതിക്കൊള്ളുക. അതായത് അതിൽ നിന്ന് വേറെ ഒന്നും നമുക്ക് കമ്മിറ്റ്മെൻറ്റ്സ്, ബാധ്യതകളില്ല, കടബാധ്യതകളോ ഒന്നുമില്ല. ആ 1 കോടി രൂപ മിച്ചമാണ്. അപ്പോൾ അതിനെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ സജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, അതിലാദ്യം തന്നെ ഒരു 20 ലക്ഷം രൂപ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ടിൽ അധിഷ്ഠിതമായ യൂണിറ്റ് ലിങ്ക്ഡ് പ്ലാൻ, പ്രത്യേകിച്ച് LICയുടെ നിവേഷ് പ്ലസ്, അതിന് ഏറ്റവും ഉപകരിക്കുന്ന ഒരു നിക്ഷേപ മാർഗ്ഗമായിരിക്കും 20 ലക്ഷം രൂപ. അതായത് 1 കോടിയുടെ 20% അതിലേക്ക് മാറ്റിവെക്കുക. എന്തിനാണ്? അതൊരു വലിയ എമൗണ്ടായിട്ട് വീണ്ടും 1 കോടിയോ അതിൽ 2 കോടിയോ ആയി വളർന്നു വരുന്ന രീതിയിൽ നിക്ഷേപിക്കാനുള്ള ഒരു സ്ഥലത്താണ് അത് നിക്ഷേപിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള സാധ്യതയുണ്ട്. ഒരു 10 15 വർഷം കഴിഞ്ഞ് ആ പൈസ നമുക്ക് വലിയൊരു എമൗണ്ടായിട്ട് വീണ്ടും കിട്ടുന്നതാണ്. അപ്പോൾ അതങ്ങനെയായി. വീണ്ടും ഒരു 25% നാളേക്കുള്ള നമ്മുടെ വിശ്രമകാല ജീവിതത്തിൽ കിട്ടുന്ന, അടുത്ത മാസം മുതൽ കിട്ടിത്തുടങ്ങുന്ന ഒരു ആന്വിറ്റി പ്ലാൻ. അതായത് ഇന്ന് ഒരു റേറ്റ് 6.5%, 7% അല്ലെങ്കിൽ 10% ഇന്ന് നിശ്ചയിച്ചാൽ അത് തന്നെ നമുക്ക് ജീവിത അവസാനം വരെ കിട്ടുന്ന ഒരു നിക്ഷേപം. അതിന് ഒരു 25 ലക്ഷം രൂപ മാറ്റിവെക്കുക. പിന്നെ ബാങ്ക് ഡെപ്പോസിറ്റ് ഒരു 10 ലക്ഷം രൂപ മാറ്റിവെക്കുക. 20, 25, 10 ആയപ്പോൾ തന്നെ നമുക്ക് 55 ലക്ഷം രൂപ നമ്മൾ മാറ്റിവെച്ചു, നാളത്തേക്ക് വേണ്ടി ബുദ്ധിപൂർവ്വം മാറ്റിവെക്കുന്നു. അത് കഴിഞ്ഞ് ഉള്ള 45 ലക്ഷം രൂപയിൽ നമുക്ക് ഇഷ്ടം പോലെ ഉപയോഗിക്കാവുന്ന രീതിയിൽ കുറച്ച് വസ്തു മേടിക്കാം, അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്വർണം മേടിക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഒരു വാഹനം, ഇപ്പോഴത്തെ വാഹനം മാറ്റിയിട്ട് വാങ്ങണമെന്നുണ്ടായിരുന്നെങ്കിൽ ലോൺ എടുക്കാതെ തന്നെ ഒരു വാഹനം മേടിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ബാക്കി 45 ലക്ഷം രൂപ ഉപയോഗിക്കാവുന്നതാണ്. ഇതിൽ അത്യാവശ്യം ചെയ്തിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ടിൽ അധിഷ്ഠിതമായ, ഒന്നുകിൽ മ്യൂച്വൽ ഫണ്ടിൽ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ അധിഷ്ഠിതമായ യൂണിറ്റ് ലിങ്ക്ഡ് ലൈഫ് ഇൻഷുറൻസോട് കൂടിയ
ഒറ്റത്തവണ അടയ്ക്കുന്ന ഒരു ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയിൽ കുറച്ച് പൈസ ഇടണം. അതുപോലെ തന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ഉണ്ടായിരിക്കണം. അത്യാവശ്യത്തിന് പൈസ വേണമെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് പോലെ ഉപയുക്തമായ മറ്റൊന്നുമില്ല. അവിടെ പലിശ നോക്കിയിട്ടോ വരുമാനം നോക്കിയിട്ടോ അല്ല ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ബാങ്കിൽ ഒരു എമൗണ്ട് ഉണ്ടാകുന്ന നമ്മുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തെ വളരെയധികം വർദ്ധിപ്പിക്കും എന്നുള്ളതുകൊണ്ട് ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ഉണ്ടാകണം. അതേപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കേണ്ടത്, നമുക്ക് ആവശ്യത്തിനുള്ള സ്വർണം ആഭരണങ്ങളായി വാങ്ങുന്നതിനേക്കാൾ നല്ലത് ബുള്ളിയൻ അല്ലെങ്കിൽ കോയിൻസൊക്കെ ആയിട്ട് പ്യുവർ സ്വർണ്ണമായിട്ട് മേടിച്ച് വയ്ക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ, വസ്തു വാങ്ങുന്നത് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ എല്ലാം പരിരക്ഷ എന്ന് പറയുന്ന ഒരു ബാധ്യത ദീർഘകാലത്തേക്ക് നമുക്കുണ്ടായിരിക്കും എന്നുള്ളത് കൊണ്ട് അത് നമ്മൾ മുൻകൂട്ടി അത് ആസൂത്രണം ചെയ്ത് വേണം അത്തരം സാധനങ്ങൾ മേടിക്കുവാൻ. സ്വർണം ധാരാളം സ്വർണം മേടിക്കാൻ വാങ്ങുന്നത് നല്ലതാണ്, മോശമാണെന്ന് പറയുന്നില്ല. പക്ഷേ വാങ്ങിയിട്ട് അത് സൂക്ഷിക്കുന്നത് എങ്ങനെയായിരിക്കും? അതിൻ്റെ ഒരു ബാധ്യത നമ്മുടെ തലയിൽ ഉണ്ടാകില്ല. അത് നമുക്ക് ലഘൂകരിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടെങ്കിൽ അതൊക്കെ അവലംബിച്ച് വേണം സ്വർണം നമ്മൾ വാങ്ങാൻ. സ്വർണം വാങ്ങേണ്ടതാണ്. കുറച്ച് സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പിന്നെ മറ്റൊന്ന്, ബാങ്ക് ഡെപ്പോസിറ്റിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ഈ ആന്വിറ്റി പ്ലാനിൽ നിക്ഷേപിക്കുമ്പോൾ അടുത്ത മാസം മുതൽ വരുമാനം കിട്ടി തുടങ്ങും. ആ കിട്ടുന്ന എമൗണ്ടിനെ ഒന്നുകിൽ നമുക്ക് ഒരു ചിട്ടി തുടങ്ങുന്നതിന് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് RD ഉപയോഗിക്കാം, ബാങ്കിൽ RDക്ക് വേണ്ടി ഉപയോഗിക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു മ്യൂച്വൽ ഫണ്ട് SIPയോ അല്ലെങ്കിൽ LICയിലുള്ള ലൈഫ് ഇൻഷുറൻസോട് കൂടിയ SIIPയോ ഒക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ആ റിക്കറിങ് ഇൻകം ആദ്യം കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിപൂർവമായ പ്ലാനിങ്ങോടുകൂടി വേണം നമ്മൾ ഈ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് ചുവട് വയ്ക്കുവാൻ. ഇനി നമുക്ക് ലഭിച്ചത് ഒരു 10 ലക്ഷം രൂപ മാത്രമാണ് എന്ന് കരുതുക. ആ 10 ലക്ഷവും മിച്ചമാണ്, കടബാധ്യതകളൊന്നും ഇല്ല. അങ്ങനെയെന്നുണ്ടെങ്കിൽ അതിനെ വിഭജിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. 2 ലക്ഷം രൂപ നിർബന്ധമായും, അതായത് 20% രൂപ നിർബന്ധമായും ഒന്നുകിൽ മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ അധിഷ്ഠിതമായ നിവേഷ് പ്ലസ് പോലെയുള്ള LICയുടെ നിവേഷ് പ്ലസ് പോലെയുള്ള ഒറ്റത്തവണ പ്രീമിയം അടയ്ക്കുന്ന ഒരു നിക്ഷേപ മാർഗത്തിലോ നമ്മൾ കൊണ്ടുപോയി സൂക്ഷിക്കേണ്ടതാണ്. രണ്ടാമത് ഒരു 2.5%, അതായത് 2.5 ലക്ഷം രൂപ നമുക്ക് ആന്വിറ്റി പ്ലാൻസിൽ ഏതെങ്കിലും ഒന്നിൽ നിക്ഷേപിച്ച് ഒരു നല്ല ഒരു നിരക്ക് ഇപ്പോൾ തന്നെ ലോക്ക് ചെയ്ത് ആജീവനാന്തം അത് ഉറപ്പാക്കാം. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തെ നമുക്ക് ഈ പറഞ്ഞതുപോലെ ചിട്ടിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു മ്യൂച്വൽ ഫണ്ട് SIPയിലേക്കോ അല്ലെങ്കിൽ LICയുടെ SIIPയിലോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ച് വീണ്ടും മൂല്യവർദ്ധനവ് സൃഷ്ടിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഒരു 2 ലക്ഷം രൂപയ്ക്ക് കുറച്ച് സ്വർണം മേടിച്ച് നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്, നാളേക്ക് വേണ്ടി സൂക്ഷിക്കാവുന്നതാണ്. വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യ ഉപകരണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 1 ലക്ഷം രൂപ വരെ, 50,000 മുതൽ 1 ലക്ഷം രൂപ വരെ ചിലവാക്കി നമുക്ക് സാക്ഷാത്കരിക്കാവുന്നതാണ്. ബാക്കി വരുന്ന തുക 2.5 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപ അത് നമ്മൾ ബാങ്കിൽ സ്ഥിര നിക്ഷേപത്തിൽ ഇട്ടിരിക്കണം. അതല്ലെങ്കിൽ എവിടെയെങ്കിലും പെട്ടെന്ന് ലിക്വിഡിറ്റി ഉള്ള, പെട്ടെന്ന് പിൻവലിക്കാൻ സാധിക്കുന്ന മറ്റേതെങ്കിലും ഒരു നിക്ഷേപ മാർഗ്ഗത്തിൽ, പോസ്റ്റ് ഓഫീസിലാണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ KSFയിലാണെങ്കിൽ അവിടെ, എവിടെയെങ്കിലും ഒരിടത്ത് ഒരു സ്ഥിര നിക്ഷേപമായി നമ്മൾ നൽകിയിരിക്കണം. ഈ രീതിയിൽ വിഭജിച്ചു കൊണ്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. കടബാധ്യത ഉണ്ടെങ്കിൽ വലിയ തുക നമുക്ക് കിട്ടുമ്പോൾ ആ കടബാധ്യത നമ്മൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിന് ആദ്യം തന്നെ റീപേ ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നത് നല്ലതാണ്. ഇനി പറയാനുള്ളത്, ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ ദമ്പതികൾ, അതിൽ ഭർത്താവ് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ ധാരാളം ലോണുകൾ എടുക്കാനുള്ള സാധ്യതയുണ്ട്. ഭർത്താവ് ഒരു ബിസിനസ്സുകാരനായിരിക്കുമ്പോഴാണ് ഇത് കൂടുതൽ നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ബിസിനസ് ആവശ്യത്തിന് ധാരാളം ലോൺ എടുക്കും, പൈസ റോൾ ചെയ്യും, അവിടെ നിന്ന് എടുക്കുന്നു, ഇവിടെ നിന്ന് എടുക്കുന്നു, ഓടിയെടുക്കുന്നു. അപ്പോൾ നമ്മുടെ മേലിൽ എപ്പോഴും ഒരു ലയബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇൻഷുറൻസ് എൻഹാൻസ് ചെയ്ത് എപ്പോഴും എടുത്ത് വയ്ക്കാറുണ്ട്. ബിസിനസ് സമൂഹത്തിൽ ബിസിനസ് ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കാറുണ്ട് ആവശ്യത്തിന് ഇൻഷുറൻസ് കരുതുന്നതിന് വേണ്ടി. പക്ഷേ ആ ഇൻഷുറൻസ് തുക ഒരിക്കലും ഒരു നഷ്ടപരിഹാരമായി മറ്റാരെങ്കിലും അറ്റാച്ച് ചെയ്തുകൊണ്ട് പോകാൻ പാടില്ല എന്നുണ്ടെങ്കിൽ അത് സ്വന്തം ഭാര്യയുടെ പേരിൽ ഇന്ത്യൻ മാരീഡ് വിമൻസ് പ്രോപ്പർട്ടി ആക്ട് 1874 ഇന്ത്യൻ മാരീഡ് വിമൻസ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത് വാങ്ങുകയാണെങ്കിൽ ആ പോളിസിയുടെ ആനുകൂല്യം ഭാര്യയുടെ പ്രോപ്പർട്ടിയായി കരുതുകയും ഭർത്താവിൻ്റെ പ്രോപ്പർട്ടിയായി അറ്റാച്ച് ചെയ്ത് പോകാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ലയബിലിറ്റി ഉണ്ട് എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ ഭർത്താക്കന്മാർ ചെയ്യേണ്ട കാര്യം, ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഒരു നല്ലൊരു ഭാഗം അത് ഭാര്യയുടെ പേരിൽ ഇന്ത്യൻ മാരീഡ് വിമൻസ് പ്രോപ്പർട്ടി ആക്ട് പ്രകാരം പോളിസി എടുക്കുമ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തുകൊള്ളുക. അപ്പോൾ ഇതൊക്കെ സ്വീകരിച്ചുകൊണ്ട് വനിതകളുടെ സമ്പാദ്യ മാർഗത്തിലേക്ക് ചുവടുവയ്ക്കാനാകും എന്ന ഒരു ഓർമ്മക്കുറിപ്പ് ഇവിടെ പങ്കിട്ടുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി.